ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ SSLC പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? കാരണം നമ്മളുടെ എസ് എസ് എൽ സി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നിങ്ങളുടെ തലയിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഭാരം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ SSLC എന്ന് പറയുന്നത് ശരിക്കും അത്ര ഒരു ഭീകരനാണോ? അപ്പോൾ നല്ലപോലെ ക്ലാസ്സൊക്കെ കേട്ട് മനസ്സിലാക്കി പഠിച്ച് വന്നപ്പം ഇപ്പം നിങ്ങളൊരു 2 ചാപ്റ്റർ അല്ലെങ്കിൽ 3 ചാപ്റ്ററൊക്കെ നമ്മളുടെ SSLCയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മളുടെ SSLC ശരിക്കും ഇത്ര ഭീകരനാണോ? എൻ്റെ കുട്ടിക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് മിസ്സിനെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പറഞ്ഞതുപോലെ. ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ SSLC എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും 10th ഫുൾ A+ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെ പേടിപ്പിക്കുമായിരുന്നു. കാരണം അന്ന് നമുക്ക് ആവശ്യത്തിന് നല്ല പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകളോ ഒന്നും തന്നെ കിട്ടാനുണ്ടായിരുന്നില്ല. നല്ല ക്ലാസ്സുകൾ, നല്ല മെറ്റീരിയൽസ്, നല്ല നോട്ട്സ് ഇതൊന്നും നമുക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ആ എക്സാം ടൈമിലായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ആൾക്കാർ ചിന്തിച്ച കാര്യങ്ങളാണ് ഇപ്പോഴും നിങ്ങളുടെ തലയിൽ SSLC എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ശരിക്കും നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങിയ എൻ്റെ മക്കൾക്ക് ഇപ്പം എന്താ തോന്നുന്നത്? ശരിക്കും SSLC ഒരു വില്ലനാണോ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഭാരമാണോ? ഒരിക്കലല്ല അല്ലേ? കാരണം ഒരിക്കലല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഇത്. നമ്മളുടെ എക്സാം വിന്നറിൻ്റെ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ലക്ഷ്യ ബാച്ചിൽ നമ്മളുടെ മക്കളുടെ റിസൾട്ടാണ്. ഇത്രയും മക്കൾക്കാണ് ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. ഇത്രയും മക്കൾക്ക് ഫുൾ A+. നിങ്ങൾ ആലോചിക്കണം, ഫുൾ A+ കിട്ടിയ 4000+ കുട്ടികളാണ്. ആൻഡ് അതേപോലെ തന്നെ ഒരു A+ കുറഞ്ഞ മക്കൾ അതിലും കൂടുതലുണ്ട്. അപ്പം അത്രയും ആൾക്കാർക്ക് ഫുൾ A+ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു SSLC എന്ന് പറയുന്ന ഒരു വലിയ സംഭവം അല്ല. എപ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ട് റെഗുലറായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പലരും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ചിലുള്ള മക്കളായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങിയ ആൾക്കാർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഇല്ല മിസ് അത്ര പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് തോന്നുന്നതെന്ന് അല്ലേ? അതിൻ്റെ ഒരു കാരണം നിങ്ങളെല്ലാവരും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള മക്കളാണ്. എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അല്ലേ? ആൻഡ് വേറൊരു കാരണം, നമ്മൾ എന്തൊരു കാര്യവും ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവില്ല, അതൊരു ഭയങ്കര ഭാരമാവില്ല അല്ലേ? അങ്ങനെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിലും കുഞ്ഞിലെ ക്ലാസ്സിൽ മുതൽ നമുക്കൊരു സബ്ജക്റ്റിനോട് ഇഷ്ടം വരുന്നത് ആ ഒരു ടീച്ചറോടുള്ള ഇഷ്ടത്തിൽ നിന്നായിരിക്കും അല്ലേ? ആ ടീച്ചർ നമ്മളെ സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു, ഇഷ്ടത്തോടെ പഠിപ്പിക്കുന്നു, മനസ്സിലാക്കി പഠിപ്പിക്കുന്നു, നമ്മളെ വഴക്ക് പറയുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്കൊരു ടീച്ചറിനോട് നല്ല സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നാം. അങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താകും? നമുക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാവും. നേരെ മറിച്ച് ഏത് നേരം കണ്ടാലും നമ്മളെ അടിക്കും, വഴക്ക് പറയും, ദേഷ്യപ്പെടും, അങ്ങനത്തെ ടീച്ചറോടാണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെ തന്നെ വെറുത്തു അല്ലേ? അപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ ലക്ഷ്യ ബാച്ചിലുള്ള നമ്മളുടെ മക്കളെല്ലാവരും എല്ലാ സബ്ജക്ട്സും ഇഷ്ടപ്പെടുന്നുണ്ടാവും. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. അപ്പം മിസ്സ് പറഞ്ഞുകൊണ്ടല്ല അവർ നിങ്ങളുടെ ഫേവറേറ്റ് ആയതല്ലേ? കാരണം എന്താണ്? നിങ്ങൾ തന്നെ പറയുകയാണ് ആ ടീച്ചർ എനിക്കിഷ്ടമാണ്, ഈ ടീച്ചർ എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ എക്സാമിനറിലെ എല്ലാ ഫാക്കൽറ്റീസും അങ്ങനെയാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെയാണ് ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനിയും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് എന്താണ്? നമുക്കതൊരു ബുദ്ധിമുട്ടേ ആവില്ല, നമുക്ക് പഠിക്കാൻ ഇഷ്ടമാവും. ആൻഡ് ലക്ഷ്യ ബാച്ചിൽ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷനിൽ നിന്ന് മിസ്സിന് തന്നെ ഒത്തിരി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മിസ് കുറച്ചുകൂടി ടോപ്പിക് അസൈൻ ചെയ്യാമോ, ഒരു ദിവസം ഇത്രയും പോരാ, ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷനിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ തന്നെ പറയാറുണ്ട്, മിസ് ഫുള്ളായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം, എന്നാൽ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇത്ര ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബാച്ചായത്, SSLCയിൽ ഏറ്റവും ബെസ്റ്റ് ബാച്ച് നമ്മുടെ ലക്ഷ്യ ബാച്ച് ആവാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. അതും ഓരോ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു 2, 3, 4 ടോപ്പിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് അല്ലെങ്കിൽ ലൈവ് സെഷൻസ് ഉണ്ടാകും. അതിൽ എൻ്റെ മക്കൾ ആ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അടുത്ത ലേണിംഗ് വീഡിയോസ് കാണുക. അങ്ങനെ റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും തീർക്കുകയാണ്. അപ്പോൾ ചാപ്റ്റർ മാത്രം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അത് അത്ര രസമാവില്ല അല്ലേ? ചാപ്റ്റർ മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള നമ്മളുടെ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ SSLCയിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ മിസ് തന്നെ എഴുതിയിട്ടുള്ള നോട്ട്സാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് ക്ലാസ്സുകളും, അതേപോലെ തന്നെ ബയോളജിക്ക് സെപ്പറേറ്റ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് ഉണ്ട്.
ആൻഡ് എല്ലാ സബ്ജക്ട്സിനും നമുക്ക് എന്തുണ്ട്, മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്ര കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണ് മിസ്, മലയാളം മീഡിയം ആണ് മിസ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകളുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഉണ്ടാകും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എക്സാം ടൈമിൽ നമുക്ക് എന്തുണ്ടാകും, നമുക്കൊരു റിവിഷൻ ബാച്ച് ഉണ്ടാവും അല്ലേ. ജാനുവരി ആ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ റിവിഷൻ ബാച്ച് തുടങ്ങുക. ആ റിവിഷൻ ബാച്ച് നമ്മുടെ ലക്ഷ്യ ബാച്ചിലുള്ള മക്കൾക്ക് ഫ്രീ ആണ്. നിങ്ങളിപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇനി റിവിഷൻ ബാച്ചിന് വേറെ ജോയിൻ ചെയ്യണ്ട, നിങ്ങൾ ഓൾറെഡി ആ ബാച്ചിലുണ്ടാകും. അപ്പം നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കും. ആൻഡ് ലാസ്റ്റ് ആ ഫൈനൽ റിവിഷൻ ബാച്ചിൽ നമ്മൾ ഇൻറ്റൻസീവായിട്ടെല്ലാം പഠിച്ചത് റിവൈസ് ചെയ്യും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അത് റിവിഷൻ ആകണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അത് പഠിക്കണം അല്ലേ. ഒത്തിരി മക്കൾ കഴിഞ്ഞ ബാച്ചിലൊക്കെ നമ്മുടെ റിവിഷൻ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്തിട്ട് അവർ പിന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് എടുത്തപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് മുന്നേ കൂടി ഞങ്ങൾ ലക്ഷ്യ ബാച്ചിലുണ്ടായിരുന്നെങ്കിൽ ഇതെനിക്ക് ശരിക്കും റിവിഷൻ ആവായിരുന്നു. ഒത്തിരി മക്കൾ നമ്മുടെ റിവിഷൻ ബാച്ചിൽ ആദ്യമായിട്ടാണ് ആ ചാപ്റ്റേഴ്സ് അവർ പഠിക്കുന്നത്, അത്രയും കാലം അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അത് ശരിക്കും റിവിഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം അല്ലേ. അങ്ങനെ ഫസ്റ്റ് മുതലേ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും എൻ്റെ കുട്ടികൾക്ക് ഈ SSLC എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയം കടന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും ചിന്തിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സീനിയേഴ്സൊക്കെ ഉണ്ടാക്കിയതുപോലെയുള്ള ഇതേപോലത്തെ റിസൾട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ലക്ഷ്യ ബാച്ചിലൂടെ. കാരണം കേരളത്തിൽ ഇതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ളൊരു SSLC ബാച്ച് ഇല്ല, ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. കാരണം ആ ഒരു റിസൾട്ടിൻ്റെ ബലത്തോടു കൂടി തന്നെയാണ് മിസ് പറയുന്നത്. ഓരോ വർഷവും നമ്മുടെ ബാച്ചിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണവും അതുപോലെ അവരുണ്ടാക്കുന്ന റിസൾട്ടിൻ്റെ എണ്ണം കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ഈ വർഷവും അതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിലൊരാളാവാൻ എൻ്റെ കുട്ടികൾക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ ഈ ഒരു ഫുൾ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ്. ഇനി വരുന്ന വളരെ കുറച്ച് പേർക്ക്, മിസ് കഴിഞ്ഞ ഏതൊരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വരുന്ന 500 പേർക്ക് ഈ ഒരു ബുക്ക് സെറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ലിമിറ്റഡ് ആയതുകൊണ്ടാണ്, സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇതൊക്കെ കിട്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ ഒരു നമ്പറിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, എക്സാമിനുള്ള ബുക്സ് ഉണ്ടാവും, ഫ്രീ റിവിഷൻ ബാച്ച് ഉണ്ടാകും, ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മലയാളം മീഡിയത്തിലെയും ഇംഗ്ലീഷ് മീഡിയത്തിലെയും മക്കൾക്ക് ഇതൊക്കെ കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, ഇനി ലേറ്റ് ആക്കരുത്. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ കടന്നു പോകും. അതിലൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെയാകും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ലാസ്റ്റ് ആ റിവിഷൻ ബാച്ചിലായിരിക്കും. അപ്പോൾ ആ ഒരു കുറച്ച് സമയത്ത് അയ്യോ ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് മിസ്സ് നിങ്ങളുടെ സീനിയേഴ്സിനുണ്ടായ അനുഭവത്തിലൂടെയാണ് മിസ്സ് പറയണത്. എന്ത് ചെയ്യാം, താല്പര്യമുള്ളവർ ഇനി ലേറ്റ് ആക്കരുത്. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് വാട്സാപ്പിൽ അയച്ചാൽ മതി. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ SSLC നല്ല അടിപൊളിയായിട്ട് ഫുൾ A+ ഒക്കെ വാങ്ങിച്ച് പഠിച്ച് നമ്മളുടെ ഹയർ സ്റ്റഡീസ് +1 +2ലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇനി ഒട്ടും താമസിക്കാതെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയുടെ കൂടെ നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ ഫുൾ A+ വാങ്ങിക്കും. ഓക്കെ.